എനിക്കായി എന്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എന്റെ യേശു പരിഹാരബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ കിടഞ്ഞവനെ. പൗലോസ് പറയുന്നതാണ്, ഞാൻ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ കണ്ടുവരുന്നവർ വന്നാ മതി എന്ന് പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, കുരുത്തോല പിടിപ്പിച്ചു കൊടുത്തേച്ച് ഓശന്ന പാടാനല്ല നമ്മൾ പൊതുജനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ക്രൂശിന്റെ ദർശനം നൽകിക്കൊണ്ട് മനസ്സുണ്ടോ അവന്റെ പിന്നാലെ ക്രൂശെടുത്ത് അനുഗമിക്കുവാനെന്ന് ചോദിക്കുകയാണ് ആവശ്യം. ഇന്നത്തെ പ്രസംഗങ്ങളിൽ നിന്ന്, ഇന്നത്തെ സ്വാഭാവികമായി നമ്മൾ കേൾക്കുന്ന പരസ്യ പ്രസംഗങ്ങളിൽ, ക്രൂസൈഡ് പ്രസംഗങ്ങളിലോടുള്ള എനിക്കുള്ള വിരോധം ഇത്രയേ ഉള്ളൂ. എങ്ങും കുരുത്തോലയും ഹോശാനായും പാട്ടും കാര്യങ്ങളുമെല്ലാം ഉണ്ട്. ആരും ക്രൂശ് പ്രസംഗിക്കുന്നില്ല. ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ക്രൂശിന്റെ പ്രസംഗമാണ്. ജനങ്ങൾ ആ ക്രൂശ് കണ്ടപ്പോൾ പിന്മാറിയ ജനങ്ങളും എന്തുകൊണ്ട് പിന്മാറി? യഥാർത്ഥ മശിഹ ക്രൂശിക്കപ്പെട്ടവനായിരിക്കണം എന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ട്. നിങ്ങളുടെ പ്രമാണികളെ പോലെ തന്നെ നിങ്ങളും എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പീപ്പിൾ. അപ്പോൾ പ്രമാണിമാരെ അറിവില്ലാത്തത് കൊണ്ടാണ് യേശുവിനെ അനുഗമിക്കാതിരുന്നത്. ജനങ്ങളും യേശുവിനെ അനുഗമിക്കാതിരുന്നതിന്റെ കാരണം എന്താണ്? ബിക്കോസ് ദേ വർ ഇഗ്നറന്റ്. ഇനി മറ്റുള്ള ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഹേരോദാവും പീലാത്തോസും അവരും ഇഗ്നറൻസ് കൊണ്ടാണ്. ഹേരോദാവ് യേശുവിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കി? അവൻ മശീഹയാണെന്ന് മനസ്സിലാക്കിയോ? ഇല്ല. ഹേരോദാവ് മനസ്സിലാക്കിയത് അവനൊരു മജീഷ്യനാണെന്നാണ്. അവൻ വല്ല അത്ഭുതവും കാണിക്കും, വല്ല മാജിക്കും കാണിക്കും. ഒരു പെർഫോമറായിട്ടാണ് ഹേരോദാവ് യേശുവിനെ മനസ്സിലാക്കിയത്, ഒരു മിറക്കിൾ പെർഫോമർ. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 23:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. സമയമില്ല, ഞാൻ വായിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഹേരോദാവ് അങ്ങനെ മനസ്സിലാക്കാൻ കാരണം? മറ്റൊന്നുമല്ല, ഹേരോദാവ് യേശു എന്ന് പറഞ്ഞില്ലല്ലോ, ഞാനൊരു മിറക്കിൾ വർക്കർ ആണെന്നൊന്നും പറഞ്ഞില്ല. പറഞ്ഞോ? യേശുവിനെ ഹേരോദാവിന് പരിചയപ്പെടുത്തി കൊടുത്തവർ എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? ഹി ഈസ് എ മിറക്കിൾ വർക്കർ. ഹി പെർഫോംസ് എ ലോട്ട് ഓഫ് മിറക്കിൾസ്. പ്രിയമുള്ളവരെ, യേശുവിനെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ടും മിറക്കിൾ വർക്കറായിട്ടും പരിചയപ്പെടുത്തി കൊടുത്താൽ അത് മാത്രമേ ജനങ്ങൾ പ്രതീക്ഷിക്കത്തുള്ളൂ. നമ്മുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാണ്. യേശുവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം അവൻ ചെയ്ത മിറക്കിൾസ് നമ്മൾ പറയുന്നത്. യേശുവിൻ്റെ മിറക്കിൾസൊക്കെ അവന് മനുഷ്യനോടുള്ള കരുണ കൊണ്ട്, മനസ്സലിവ് കൊണ്ട് അവൻ പ്രവർത്തിച്ചെന്നുള്ളതേ ഉള്ളൂ. ആരെയും വരുത്താനായിട്ട് യേശു ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം അവൻ്റെ മനസ്സലിവിൻ്റെ പ്രതിഫലനമാണ്. മനസ്സലിവുള്ളവനായ യേശുവിനെ അല്ലല്ലോ നമ്മൾ പരിചയപ്പെടുത്തിയത്, മിറക്കിൾ വർക്കറായ യേശുവിനെയാണ്. അത് നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ എങ്ങനെ യേശുവിനെ പരിചയപ്പെടുത്തുന്നു? ഹേരോദാവിനെ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഒരു മിറക്കിൾ വർക്കർ എന്ന നിലയിലാണ്. പീലാത്തോസിന്റെ കാര്യം എടുക്കുക. പീലാത്തോസ് യേശുവിനെ നല്ലവനെന്നറിഞ്ഞു, പക്ഷെ മശിഹയെന്നറിഞ്ഞില്ല. അഥവാ മശിഹയെന്നറിഞ്ഞാൽ പോലും അവൻ യഹൂദന്മാരുടെ മശിഹയെന്നറിഞ്ഞു. നല്ലൊരു ശതമാനം ആളുകളുടെയും പ്രശ്നം ഇതാണ്. അവർ യേശുവിനെ അറിയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമെന്നാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവമുണ്ടെന്ന്. അവർ മനസ്സിലാക്കുന്നില്ല യേശു ഏകസത്യ ദൈവമാണെന്ന്. ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അവരിൽ പലരും യേശുവിനെ സ്വീകരിക്കാത്തത്. ഇവിടെയാണ് മധ്യസ്ഥതയുടെ ആവശ്യം. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ യേശുവിനെ സ്വീകരിക്കാത്തതിൻ്റെ, യേശുവിനെ ക്രൂശിക്കാൻ കൊടുക്കുന്നതിൻ്റെ, യേശുവിനെ അംഗീകരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇഗ്നറൻസ് ആണ്. അവർ യേശുവിനെ കുറിച്ച് അറിയുന്നില്ല, അറിയേണ്ടതുപോലെ അറിയുന്നില്ല. ഞങ്ങളുടെ മിഷന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ ഞങ്ങളുടെ വാട്ട് ഡു വി എക്സ്പെക്ട് എന്നുള്ളത് ഞങ്ങൾ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. മീനിങ്ഫുള്ളി ഷെയറിംഗ് ദ ഗോസ്പൽ ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. മീനിങ്ഫുള്ളി, അർത്ഥസമ്പുഷ്ടമായി യേശുവിനെ പരിചയപ്പെടുത്തണം. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിലും നമ്മുടെ പുസ്തകങ്ങളിലും നമ്മുടെ ട്രാക്റ്റുകളിലും ഒക്കെ നമ്മൾ യേശുവിനെ അർത്ഥസമ്പുഷ്ടമായി പരിചയപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു. അർത്ഥസമ്പുഷ്ടമായി, മീനിങ്ഫുള്ളി. അതറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവരുടെ അജ്ഞതയിൽ യേശുവിനെ ക്രൂശിക്കാൻ വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ യേശുവിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്തത്. നല്ലൊരു ശതമാനം ആളുകൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞത് തെറ്റായിട്ടുമാണ്. ഇന്ത്യയിലെ മിക്കവാറുമുള്ള ഗ്രാമങ്ങളിലൊന്നും യേശുവിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല. അവരും പാപം ചെയ്യുമ്പോൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടത്തില്ല. അവിടെയാണ്
അവരറിയേണ്ടതിനുള്ള മധ്യസ്ഥത അഥവാ ഇൻ്റർസെസറി പ്രെയർ അത്യാവശ്യമായിരിക്കുന്നത്. അതുപോലെ അറിഞ്ഞവർ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. റോമൻ പടയാളികൾ അവരും യേശുവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഓരോ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ അറിവില്ലാത്തതുകൊണ്ടാണ്. പടയാളികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർക്ക് വികാരങ്ങളൊന്നുമില്ല. അവർ അവരുടെ ജോലി ചെയ്യുന്നു. അവൻ്റെ മുഖത്ത് തുപ്പിയതും അവനെ അടിച്ചതും അവനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചതും അവൻ്റെ കയ്യിൽ ആണി അടിച്ചതും ഒന്നും യേശുവിനോട് വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. they were ignorant about what they were doing. അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളവർക്ക് അറിയില്ല. അവൻ യേശുവാണ്, അവൻ ക്രിസ്തുവാണ്, അവനാണ് രക്ഷകൻ. ഞാൻ അവൻ്റെ കയ്യേൽ ആണിയടിക്കുമ്പോൾ ആണിയടിക്കുന്ന എനിക്ക് വേണ്ടിയാണ് അവൻ മരിക്കുന്നത് എന്നുള്ള ആത്മയാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇൻ്റർസീഡ് ചെയ്യണം. അടുത്തതായിട്ട് കള്ളന്മാരായ ആളുകൾ, അവൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരും അവനെ ദുഷിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അവനോട് കൂടെ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരും അവനെ ദുഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. നാളെ നമ്മുടെ സെഷനിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും. എങ്കിലും ഞാൻ പറയട്ടെ, ഇന്ന് ഒരു സ്പെസിഫിക് കാര്യത്തിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഒന്ന്, അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കേണ്ട ആവശ്യം മാത്രമേ ഇന്ന് ഞാൻ എംഫസൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. ഈ 1-ാമത്തെ തിരുമൊഴിയുടെ തന്നെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അറിവില്ലായ്മ കൊണ്ട്, അജ്ഞത കൊണ്ട് യേശുവിനെ നിഷേധിക്കുന്നവരായ ആളുകൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കേണ്ട ആവശ്യം. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കേ. നിങ്ങളുടെ അയൽവക്കത്തുള്ളവർ അവർ നിങ്ങളെക്കാൾ മോശക്കാരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മെക്കാൾ നല്ലവരായി ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവർ മറ്റു മതത്തിൽപ്പെട്ടവരായതുകൊണ്ടെല്ലാം അവരെല്ലാം മോശക്കാരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനികളെക്കാൾ നല്ലവരായി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്, ഇല്ലേ? പക്ഷേ അജ്ഞതയിൽ അവർ യേശുവിനെ തിരിച്ചറിയുന്നില്ല. യേശു ആരാണെന്ന് അവരറിയുന്നില്ല. യേശു ആരാണെന്നുള്ളത് നമ്മളവരോട് പറഞ്ഞ് മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിൽ, ആഫ്രിക്കയുടെ പല ഗ്രാമങ്ങളിൽ യേശുവിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവരായ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുള്ള. ഞാൻ 2 ആഴ്ച മുമ്പ് ഞാൻ ശ്രീലങ്കയിലായിരുന്നു. ശ്രീലങ്കയിൽ എത്രയോ പോസിബിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളാണ് അവിടെ. ഇപ്പോൾ ആ സിവിൽ വാറൊക്കെ കഴിഞ്ഞിട്ട് ക്ലിനോച്ചിയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ യേശുവിന് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്നവരായ ആളുകൾ. 80% കൂടുതൽ വരുന്ന ബുദ്ധിസ്റ്റുകൾ. അവർ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. ശ്രീലങ്ക ഭയങ്കര ഓപ്പണിംഗ് ആണ് നമുക്ക് തരുന്നത്. ഞാൻ താമസിക്കുന്ന ഡാറസ്സലാം ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയുടെ ഒരു കോട്ടയാണ്. പക്ഷെ നല്ല മനുഷ്യരാ. അവർക്ക് യേശുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്ത ജനങ്ങൾ അറിവില്ലായ്മ കൊണ്ട് യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത്, യേശുവിനെ നിഷേധിക്കുന്ന സമയത്ത് കർത്താവ് പ്രാർത്ഥിക്കുക, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. മധ്യസ്ഥത അണയ്ക്കുകയാണ്. മധ്യസ്ഥത കൊണ്ട് പാപം ക്ഷമിക്കപ്പെടുന്നില്ല. പക്ഷേ മധ്യസ്ഥത എന്തിനു വേണ്ടിയാണ്? അവരറിയേണ്ടതിന്. അവരറിയണമെങ്കിൽ നമ്മളവരെ അറിയിക്കണം. അതിനുവേണ്ടി കരയണം. ദൈവസന്നിധിയിൽ ഇഗ്നറൻസ് കൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കരയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇഗ്നറൻസ് കൊണ്ടാണ് പാപം ചെയ്യുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയണം. നിങ്ങളുടെ അയൽക്കാർ യേശുവിനെ നിഷേധിക്കുന്നത് ഇഗ്നറൻസിൽ നിന്നാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ കരയണം. അവരോട് നിങ്ങൾ യേശുവിനെ അറിയിക്കണം. ഇന്ത്യയിലെ ജനങ്ങൾ, ലോകത്തിലുള്ള ജനങ്ങൾ, ആഫ്രിക്കയിലെ ജനങ്ങൾ, ശ്രീലങ്കയിലെ ജനങ്ങൾ, നേപ്പാളിലെ ജനങ്ങൾ, ബർമയിലെ ജനങ്ങൾ അവർ യേശുവിനെ നിഷേധിക്കുന്നത് ഇഗ്നറൻസ് കൊണ്ടാണ്. അറിവില്ലായ്മ കൊണ്ട്, അജ്ഞത കൊണ്ട് യേശുവിനെ നിഷേധിക്കുന്ന ജനങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. അവർക്ക് വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥത അണയ്ക്കുവാനും യേശു ചെയ്ത അതേ കാര്യം തന്നെ ചെയ്യുവാൻ. പിതാവേ, ആ ജനങ്ങൾക്ക് നിന്നെ അറിയത്തില്ലല്ലോ. എൻ്റെ അയൽവക്കത്തുള്ളവർക്ക് നീ ആരാണെന്നുള്ളത് അറിയേണ്ടതുപോലെ അവർക്ക് അറിയത്തില്ലല്ലോ. എൻ്റെ യേശുവേ, അവരോട് നീ കരുണ കാണിക്കണമേ. നീ നിന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജനങ്ങൾ യേശുവിനെ അറിയാതെ നശിക്കുന്നത് കൊണ്ട് ആ ഇഗ്നറൻസിൽ കഴിയുന്ന ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ഇവിടുത്തെ കോളേജുകളിൽ, ഇവിടുത്തെ സ്കൂളുകളിൽ, ഇവിടുത്തെ ആശുപത്രികളിൽ കഴിയുന്ന ജനങ്ങൾ, ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾ, കോളേജിലെ കുഞ്ഞുങ്ങൾ, കുടിച്ചു കൂത്താടി നടക്കുന്ന, ഡ്രഗ്സിന്റെ അഡിക്റ്റായിട്ട് നടക്കുന്ന, വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന, പോർണോഗ്രാഫിക് അടിമകളായ നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാർ, നിങ്ങളുടെ മക്കളെ അതിനകത്തുണ്ടോ എന്ന് നോക്കിക്കോണം. അല്ലെങ്കിൽ പോലും എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് രക്ഷിച്ചു, പ്രൈസ് ദി ലോർഡ് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആത്മാവിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണുള്ളത്.
അവർക്ക് വേണ്ടി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. അവരെ ഒരു ദിവസം വീട്ടിലൊരു ചായയ്ക്ക് വിളിക്ക്, യേശുവിനെ ഒന്ന് അറിയിച്ചു കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരെ നിങ്ങളുടെ വീട്ടിലൊന്ന് വിളിക്ക്. അവർ വരട്ടെ, യേശുവിനെ ഒന്ന് അറിയട്ടെ. യേശുവിന് വേണ്ടി അവർ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയട്ടെ. ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി രാപകലില്ലാതെ മധ്യസ്ഥത അണയ്ക്കുവാൻ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. I just want to see that we are giving our life for intercession. പ്രാർത്ഥനയ്ക്ക് വേണ്ടി, മധ്യസ്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. അജ്ഞത കൊണ്ട് യേശുവിനെ അറിയാതെ യേശുവിനെ നിഷേധിക്കുന്നവരായ ജനങ്ങൾ, യേശുവിനെ ക്രൂശിക്കുന്നവരായ ജനങ്ങൾ, അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ഒന്ന് കൊടുക്കാൻ പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ അവർക്ക് ഒരു ജ്ഞാനത്തെ നീ നൽകണമേ. നിന്നെ മനസ്സിലാക്കുവാനുള്ള പദ്ധതി, നിന്നെ മനസ്സിലാക്കുവാനുള്ള ഒരു അവസ്ഥ, ഒരു അവസരത്തെ നീ നൽകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ. പത്രോസ് പറയുന്ന പോലെ നിങ്ങളുടെ പ്രമാണികളും നിങ്ങളും അറിയായ്മ കൊണ്ട് അവനെ ക്രൂശിച്ചു. നിങ്ങളുടെ അയൽക്കാർ, നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയാത്തവരായതുകൊണ്ട് പാപത്തിൽ കഴിയുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാര് പാപത്തിൽ കഴിയുന്നു. അവരുടെ പാപത്തിന്റെ പരിണിത ഫലം എന്താണെന്നുള്ളത് അവർക്കറിയത്തില്ല. അവരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒടുവിൽ നരകത്തിലേക്കാണ് അവർ പോകുന്നതെന്നുള്ളത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർക്ക് അറിയത്തില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അജ്ഞത കൊണ്ട് നരകത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ അജ്ഞതയിൽ നിന്ന് കർത്താവിനെ വിടുവിക്കേണ്ടതിന്, യേശുവിനെ അറിയിക്കേണ്ടതിന് ഒരു മധ്യസ്ഥത അണയ്ക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുമോ? വെറുതെ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ 2 സൗഭാഗ്യങ്ങളാണുള്ളത്. ഒന്ന്, നോയിങ് ജീസസ്. 2, മേക്ക് ഹിം നോൺ. 1, യേശുവിനെ അറിയുക. 2, യേശുവിനെ അറിയിക്കുക. ഈ 2 കാര്യങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. എത്ര പേര് ദൈവസന്നിധിയിൽ പറയും, കർത്താവേ, മധ്യസ്ഥതയ്ക്ക് വേണ്ടി എന്നെ നീ ഒരുക്കണമേ. അജ്ഞത കൊണ്ട് നരകത്തിലേക്ക് ത്വരിതഗമനം ചെയ്യുന്ന എൻ്റെ ചുറ്റുമുള്ള ജനങ്ങൾക്ക് വേണ്ടി കരയാനും, അവർ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണല്ലോ. പിലാത്തോസ് യേശുവിനെ നല്ലവനായിട്ട് അറിഞ്ഞു, പക്ഷെ മശിഹയായിട്ട് അറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവൻ യഹൂദന്മാരുടെ മശിഹ. അതാ അവൻ എഴുതി വെച്ചത്, നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. എൻ്റെ രാജാവെന്നവൻ പറഞ്ഞില്ല, അവൻ പറഞ്ഞു അവൻ യഹൂദന്മാരുടെ രാജാവ്. നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ പറയുന്നതാണ്, അതെ, നിങ്ങളുടെ ദൈവം, യേശു നിങ്ങളുടെ ദൈവം. അവരറിയുന്നില്ല യേശുവാണ് അവരുടെയും ദൈവമെന്ന്. അവരജ്ഞതയിൽ കഴിയുകയാണ്. അവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ അവർക്ക് നീ ഒരു അവസരം കൊടുക്കണമേ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. ഒരു പേഴ്സണൽ എൻകൗണ്ടർ അവർക്ക് പലർക്കും ഉണ്ടായിട്ടില്ല കർത്താവേ. അവർ വാക്യമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ യേശുവിൻ്റെ ആത്മമണവാളൻ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് അവർ വന്നിട്ടില്ല കർത്താവേ. അവരോട് നീ ക്ഷമിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളോട് നീ ക്ഷമിക്കണമേ. യോബ് പ്രാർത്ഥിച്ചതുപോലെ ഒരു നിമിഷം നിങ്ങളൊന്ന് കരഞ്ഞ് പറ, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളോട് നീ ഒന്ന് ക്ഷമിക്കണമേ. അവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ. നിന്നെ അറിയേണ്ടതുപോലെ അറിയുവാൻ തക്കവണ്ണം അവർക്കൊരു അവസരം കൊടുക്കണമേ. നിങ്ങളുടെ അയൽക്കാർക്ക് വേണ്ടി ഒന്ന് പറ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പറ, കർത്താവേ, നിന്നെ അറിയേണ്ടതുപോലെ അറിയുവാൻ നീ ഒരു അവസരം കൊടുക്കണമേ. അപ്പാ, കർത്താവ് നമ്മളെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. അറിവില്ലായ്മ കൊണ്ട് പാപത്തിലേക്ക് വീണു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി കരയുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. ഇന്ത്യയിലെ 6 ലക്ഷം ഗ്രാമങ്ങളിൽ യേശുവിനെ അറിയാത്തവരായി ജനങ്ങൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, അറിവില്ലായ്മ കൊണ്ട് അവരത് ചെയ്യുന്നത് അവരോട് ക്ഷമിക്കണമേ. അവരെ അറിവിലേക്ക് നയിക്കണമേ, അവരെ ജ്ഞാനത്തിലേക്ക് നയിക്കണമേ. നീ യഥാർത്ഥ ദൈവം എന്നുള്ള വെളിപ്പാട് അവർക്ക് നൽകണമെന്നൊന്ന് പ്രാർത്ഥിക്കുമോ? നമ്മുടെ അയൽ രാജ്യങ്ങളായ ബർമയിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഭൂട്ടാനിലും ജനങ്ങൾ യേശുവിനെ അറിയാത്തവരായി ജീവിക്കുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്യുന്നത് അവരോട് ക്ഷമിക്കണമേ എന്നൊന്ന് മധ്യസ്ഥത അണയ്ക്കുമോ? ഹല്ലേലൂയ. അജ്ഞതയിൽ കഴിയുന്നവരുടെ വിടുതൽ നമ്മുടെ വലിയ ഒരു കൺസേൺ ആകേണ്ടിയിരിക്കുന്നു. അജ്ഞതയിൽ യേശുവിനെ നിഷേധിക്കുന്നവരുടെ വിടുതൽ വലിയൊരു കൺസേൺ ആയിരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയൊരു ഭാരം നിറയണം. ഒരു വലിയ ഇന്റർസെഷൻ ആവശ്യമാണ്. അജ്ഞതയിൽ കഴിയുന്നവരായ ജനങ്ങൾ, യേശുവിനെ അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവരുടെ കാര്യം വിട്. പക്ഷെ യേശുവിനെ അറിയാത്തത് കൊണ്ട് അവനെ നിഷേധിക്കുന്നവർ, നിങ്ങളുടെ പ്രമാണിമാരും നിങ്ങളും അറിയായ്മ കൊണ്ട് അവനെ ക്രൂശിച്ചു. യേശുവേ, അവരെ വിടുവിക്കണമേ.
മധ്യസ്ഥത അണയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എനിക്കായി എന്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എന്റെ യേശു പരിഹാരബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറി പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എന്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എന്റെ യേശു പരിഹാരബലിയായി. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം